ഗ്വാട്ടമാല സിറ്റിയിലെ അല്പം പഴഞ്ചൻ എങ്കിലും ഒരു 4 സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ അന്ന് താമസത്തിന് ബുക്ക് ചെയ്തിരുന്നത്. പോകുന്നതിന് മുമ്പ് തന്നെ booking.com എന്ന സൈറ്റിൽ കൂടിയാണ് ബുക്കിംഗ് നടത്തിയത്. ചെന്നിറങ്ങിയപ്പോൾ ഹോട്ടൽ ഒരു പഴഞ്ചൻ ഹോട്ടലാണ്, പക്ഷേ ഒരുപാട് സുഖസൗകര്യമുള്ള ഒരു ഹോട്ടൽ, സ്വിമ്മിംഗ് പൂളും അങ്ങനെയെല്ലാം ഉണ്ട്. ഒരുപാട് നമ്മളെ വരവേൽക്കുന്ന റിസപ്ഷനിസ്റ്റൊക്കെയാണ് കാണാൻ സാധിച്ചത്. പക്ഷെ അവർക്ക് ഭാഷ അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് ഒരു വാക്ക് അവർക്കറിയാൻ പാടില്ല. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടു പോയത്, ഞാൻ അന്ന് വൈകിട്ട് പുറത്തിറങ്ങി ഒരു ഡിന്നറിന് വേണ്ടി ഇറങ്ങിയപ്പോൾ, ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ വഴി ചോദിക്കാനായിട്ട് ചെറുപ്പക്കാർ 2-3 പേര് നിന്നവരോട് ഞാൻ ഇംഗ്ലീഷിൽ വഴി ചോദിച്ചു, അടുത്ത റെസ്റ്റോറൻറ്റ് എവിടെയാണ്. പക്ഷെ അവർക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ഒരു വാക്കറിയുന്നില്ല. അവർ ഇങ്ങനെ സ്പാനിഷ് ഭാഷ കേട്ടാൽ നമുക്ക് യാതൊന്നും മനസ്സിലാകാത്തൊരു ഭാഷയാണ്. ആ ഭാഷയിൽ എന്നോട് കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്കുമൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടത്, അവരുടെ ഒരു സ്മാർട്ട് ഫോൺ എടുത്തു, ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് എന്ന ആപ്പ് എടുത്തു, എന്നിട്ട് എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ചോദ്യം ഇംഗ്ലീഷിൽ അവരോട് അതിൽ സംസാരിച്ചു. അതവർ പെട്ടെന്ന് തന്നെ സ്പാനിഷിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്കത് മനസ്സിലായി. എനിക്ക് അവർ സ്പാനിഷിൽ സ്മാർട്ട് ഫോണിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചത്, എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്ത് വാക്കാലും എഴുതി തന്നു, നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ സ്പീച്ചായിട്ടും തന്നു. എനിക്ക് വളരെ ഭംഗിയായിട്ട് ഞാൻ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. ഇംഗ്ലീഷ് ഭാഷ ഒരു വാക്ക് പോലും അറിയാത്ത ഞാൻ 87 രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഭാഷ ഒരു വാക്ക് അറിയാത്ത ആദ്യത്തെ പ്രദേശത്താണ് ഞാൻ കാലുകുത്തിയത്. ഞാൻ പിന്നീട് വേറെ 9 സ്പാനിഷ് സെൻട്രൽ അമേരിക്കൻ രാഷ്ട്രങ്ങൾ ഞാൻ സന്ദർശിച്ചു വരുന്ന 22 ദിവസത്തിനുള്ളിൽ. ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ് ഗതി. ബെലീസ് എന്നൊരു ചെറിയ രാജ്യമുണ്ട്, അതൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു വാക്ക് ഇംഗ്ലീഷ് അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ, അവർക്ക് സ്പാനിഷാണ് പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെങ്കിലും പിന്നെ ഞാനും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സി ഡ്രൈവർമാരോടും ഞാൻ വഴിയിൽ കാണുന്ന മറ്റുള്ളവരോട് സ്ഥലങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പിറ്റേ ദിവസമാണ് ഞാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി ഏർപ്പാട് ചെയ്ത് ഗൈഡും ഡ്രൈവറും ഉള്ള ഒരു ടൂറിസ്റ്റ് ടാക്സി. ഗൈഡും ഡ്രൈവറും ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയെ കൊണ്ട് ഞാൻ ഗ്വാട്ടമാല സിറ്റിയിൽ നിന്ന് 10-40 കിലോമീറ്റർ അകലെയുള്ള ആന്റിഗ്വ എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു പുരാതന നഗരത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ആ പുരാതന നഗരം കാണാനായിട്ട് പോയത്. ആന്റിഗ്വ കാണാൻ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 100-400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഒരു ടൗൺ നിന്നിരുന്നോ അതേപടി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി, സഞ്ചാരികൾക്ക് വേണ്ടി, വിനോദയാത്രക്കാർക്ക് വേണ്ടി ആ ടൗൺ അവർ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്.